ജീവിക്കാനായിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരെ സഹായിക്കുന്ന ടോണി അച്ചായനെ പോലുള്ള വ്യക്തികളെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയൊക്കെ വലിച്ചു കീറാനായിട്ട് എങ്ങനെ മനസ്സ് വരുന്നുണ്ടാവും ഇവർക്കൊക്കെ. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോ? ഇത് എൻ്റെ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ്. അതായത് ടോണി അച്ചായനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന എല്ലാ വീഡിയോസും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സ്റ്റോറിയാക്കി പങ്കുവച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്നവൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന സ്റ്റോറിയിൽ ഈ പറയുന്ന ടോണി അച്ചായൻ്റെ പണ്ടത്തെ കുറേ വീഡിയോസും വോയിസ് മെസ്സേജുകളും ടോണി അച്ചായൻ ഈ പറയുന്ന വാർത്താ ചാനലുകൾക്ക് കൊടുത്തിട്ടുള്ള പല വീഡിയോസും ഫുട്ടേജസും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ പറയുന്ന മല്ലു കോമ്പസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഒരു കപ്പിൾസ് ഫേസ് റിവീൽ ചെയ്തിട്ടൊരു വീഡിയോൻ്റെ ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സൗണ്ട് എഫക്റ്റൊക്കെ മാറ്റിയിട്ട് ഓഡിയോ ആക്കിയിട്ട് ഈ പറയുന്ന അച്ചായൻ മോശമായിട്ടൊരു പെണ്ണിനോട് ഇടപഴകി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാനസിക രോഗം ഉണ്ടാകും, അല്ലാത്തവരിങ്ങനെ ചെയ്യില്ല. നമുക്കറിയാം ഈ പറയുന്ന ടോണി അച്ചായനെ ഇൻസ്റ്റഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അദ്ദേഹം ഒരുപാട് വ്യക്തികളെ പല രീതിയിലും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഈ പറയുന്ന ചാരിറ്റി പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വീട് വെച്ച് കൊടുക്കുന്ന വ്യക്തിയാണ്. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്ന വ്യക്തിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലിട്ട് ഇത്രയും ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ടോണി അച്ചായൻ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ ഒരു വീഡിയോന് റിപ്ലൈ കൊടുത്തിരുന്നൊരു രീതി, അതായത് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ചാരിറ്റി അവസാനിപ്പിക്കാൻ പോവുകയാണെന്നോ, കിടന്ന് മോങ്ങുകയാണ്, കള്ളക്കണ്ണീരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് കണ്ടു. മോങ്ങോടോ കരയും, കാരണം എന്താ, കഷ്ടപ്പാട് കഴിച്ചാണ് ഈ പറയുന്ന പൈസ ഉണ്ടാക്കുന്നത്. അച്ചായനി ചിലവാക്കി എന്ന് പറയുന്ന കോടികൾ മറ്റേ സീസൺ വരുമ്പോൾ മാവിന്ന് മാങ്ങ പറിക്കുന്നത് പോലെ എളുപ്പത്തിന് പറിച്ചെടുക്കുകയല്ല. അത് കുറച്ച് കഷ്ടപ്പാടാണ് ഈ പറയുന്ന പൈസ ഉണ്ടാക്കാനേ. ആ പൈസയിൽ നിന്ന് തൻ്റെ മനസ്സിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങുന്ന വ്യക്തികളെയൊക്കെ ഇത്തരത്തിലിട്ട് വലിച്ചു കീറുമ്പോൾ പിന്നെ അവരെങ്ങനെ സഹായിക്കും, എങ്ങനെ ഈ പൈസ മുടക്കും? ഈ സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ തെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം അച്ഛനമ്മമാരെ കൊല്ലുന്നവരും ഉപദ്രവിക്കുന്നവരും, അതുപോലെ ഈ പറയുന്ന ഷിംജിതയെ പോലുള്ള സോ കോൾഡ് സെലിബ്രിറ്റീസ് ആവാൻ നോക്കുന്നവരും, അതുപോലെ ഈ പറയുന്ന ഫേസ് ക്രീം മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ നട്ടലൊടിച്ച മക്കൾ, ഇത്തരത്തിൽ എത്രയൊക്കെ വീഡിയോസ് നമ്മൾ ഡേ ടു ഡേ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. എന്നിട്ടും ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള സോ കോൾഡ് റിവ്യൂവേഴ്സിനും വലിച്ചു കീറേണ്ടത് ഈ പറയുന്ന ടോണി അച്ചായനെ പോലെ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെയാണ്. എന്തായാലും കൊള്ളാം.